ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണിവ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സുരേന്ദ്രനാഥ ബാനർജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. നാലാമത്തെ ചോദ്യം, നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോംബെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ BR അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, അമേരിക്ക. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. പത്താമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭാഗം 4A. 11ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആറ്റിങ്ങൽ കലാപം. 12ാമത്തെ ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കെ കേളപ്പൻ. 13ാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. രണ്ടാമത്തെ പ്രസ്താവന, 1859 മാറുമറയ്ക്കുവാനുള്ള അവകാശം
ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2. 14-ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? 14-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. 15-ാമത്തെ ക്വസ്റ്റ്യൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗൗരി പാർവതി ബായ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഷു ഫെയ്ഹോങ്. 17-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, KV മനോജ് കുമാർ. KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. 18-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ബി ആണ്, പഞ്ചാബ്. ഇനി 19-ാമത്തെ ചോദ്യം. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമലു. 20-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതാണെന്ന് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭിലായ് USA. അത് യോജിക്കാത്തതാണ്. 21-ാമത്തെ ചോദ്യം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാരാണ്? 21-ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. 22-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 23-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കോഴിക്കോട്. 24-ാമത്തെ ചോദ്യം. പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓം പ്രകാശ് ബിർള. ഓം പ്രകാശ് ബിർളയാണ് പുതിയ
ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 25-ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിയായ ഉത്തരം 25-ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ സി ആണ്. 1, 2. 1, 2 ആണ് ശരി. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 26-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. 26-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ 26-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. അതായത് സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്, ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. 27-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിൻ്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 580 കിലോമീറ്റർ നീണ്ടുകിടക്കുകയാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. രണ്ടാമത്തെ പ്രസ്താവന, തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരപ്രദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു. നാലാമത്തെ പ്രസ്താവന, 680 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. 27-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം തെറ്റാണ്. അടുത്ത 28-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. മൂന്നാമത്തെ പ്രസ്താവന, പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. 28-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3. പ്രസ്താവന 2ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. അതായത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി 29-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? 29-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശാസ്താംകോട്ട കായൽ, അതായത് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. 30-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. രണ്ടാമത്തെ പ്രസ്താവന, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത്. 30-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 3. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതായത് പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രസ്താവന തെറ്റാണ്. ഇനി 31-ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. രണ്ടാമത്തെ പ്രസ്താവന,
ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2. പ്രസ്താവന 1, പ്രസ്താവന 2 ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അതായത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇടുക്കി. 33ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. രണ്ടാമത്തെ പ്രസ്താവന, മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന, മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. ഇതിൻ്റെ ശരിയായ ഉത്തരം 33ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ സി ആണ്, 1, 2. ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി 34ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. നാലാമത്തെ പ്രസ്താവന, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണ്. 34ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 35ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്, ആരവല്ലി. ഇനി 36ാമത്തെ ചോദ്യം, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അതായത് പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്, പ്രസ്താവന 3 തെറ്റാണ്. ഇനി 37ാമത്തെ ചോദ്യം, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന, കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു. 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്, പ്രസ്താവന 3 തെറ്റാണ്. 38ാമത്തെ ചോദ്യം, നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പ്രസ്താവന 2, പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പ്രസ്താവന 3, നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്. 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3. പ്രസ്താവന 2ഉം പ്രസ്താവന 3ഉം ശരിയാണ്. ഇനി 39ാമത്തെ ചോദ്യം, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ആനമുടി പശ്ചിമഘട്ട മലനിരകളുമായി
മലനിരകളുടെ ഭാഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. നാലാമത്തെ പ്രസ്താവന, ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? 40ാമത്തെ ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോടാണ് ഉത്തരം. 41ാമത്തെ ചോദ്യം, ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹോക്കി താരം PR ശ്രീജേഷിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ. ഇനി 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? 42ാമത്തെ ചോദ്യം. 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, PT ഉഷ. 43ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? 43ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം. 44ാമത്തെ ചോദ്യം, മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? മിയാൻഡർ. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നദിയാണ് മിയാൻഡറിന് രൂപീകരണത്തിന് കാരണമായത്. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഭക്ഷണം ദഹിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, മെഴുകുരുകുന്നു. ഒന്നാമത്തെ പ്രസ്താവന പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, രണ്ടാമത്തേത് ഭക്ഷണം ദഹിക്കുന്നു, മൂന്നാമത്തെ മെഴുക് ഉരുകുന്നു. 45ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3. പ്രസ്താവന 1 പ്രസ്താവന 3 ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയയാണ്. 46ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? 46ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗവൺമെൻറ് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക. 47ാമത്തെ ചോദ്യം, ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം ഏത്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം ഏത്? 47ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദിത്യ L1. സൗരദൗത്യമായ ആദിത്യ L1 ആണ് 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയത്. 48ാമത്തെ ചോദ്യം, ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതിക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? 48ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അയർലാൻഡും UK. ബുക്കർ പുരസ്കാരം
ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? അയർലാൻഡും UK-യും. 49-ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റായിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാജാറാം മോഹൻ റായിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 49-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവനകൾ പറയാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. തെറ്റായ പ്രസ്താവന ആര്യ സമാജ സ്ഥാപകൻ. ഇതൊരു തെറ്റായ പ്രസ്താവനയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള. അടുത്തത് 50-ാമത്തെ ക്വസ്റ്റ്യൻ, SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ് SIPയുടെ പൂർണ്ണരൂപം. 51-ാമത്തെ ചോദ്യം, വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. രക്തചംക്രമണം. 51-ാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? 52-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്, BR അംബേദ്കർ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 53-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ സി ആണ്, വൃക്ക. 54-ാമത്തെ ചോദ്യം, ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? 54-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലാക്റ്റിക് ആസിഡ്. 55-ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ, കണ. ഓപ്ഷൻ എ കണയാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഇനി 56-ാമത്തെ ചോദ്യം, സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തേത്, ജ്യോതിക സങ്കര ഇനം പയർവിത്തിന് ഉദാഹരണമാണ്. മൂന്നാമത്തേത്, കിരൺ സങ്കര ഇനം വെണ്ടയാണ്. നാലാമത്തെ പ്രസ്താവന, മുക്തി സങ്കര ഇനം വഴുതനയാണ്. ഒന്നാമത്തെ പ്രസ്താവന ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ പ്രസ്താവന ജ്യോതിക സങ്കര ഇനം പയർവിത്തിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ പ്രസ്താവന കിരൺ സങ്കര ഇനം വെണ്ടയാണ്. നാലാമത്തെ പ്രസ്താവന മുക്തി സങ്കര ഇനം വഴുതനയാണ്. 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2-3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് ജ്യോതിക സങ്കര ഇനം പയർവിത്താണ്, കിരൺ സങ്കര ഇനം വെണ്ടയാണ്. 1-4 പ്രസ്താവനകൾ തെറ്റാണ്. ഇന്ന് 57-ാമത്തെ ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഇനി 58-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി ആണ് ഉത്തരം, MS സ്വാമിനാഥൻ. 59-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല. 59-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കണ്ണൂർ. ഇനി 60-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ പ്രസ്താവന ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്.
രണ്ടാമത്തെ പ്രസ്താവന ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. മൂന്നാമത്തെ പ്രസ്താവന ദ്രാവകത്തിൻ്റെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്. നാലാമത്തെ പ്രസ്താവന ദ്രാവകത്തിൻ്റെ ബാഷ്പീകരിക്കുവാനുള്ള കഴിവ്. 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2. 1, 2 ക്ഷമിക്കണം, ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2. 61ാമത്തെ ചോദ്യം പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്. 61ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, മഴവില്ല്. 62ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? 62ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം. 63ാമത്തെ ചോദ്യം ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? 63ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇനി 64ാമത്തെ ചോദ്യം ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 64ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി 3 ശരിയായ പ്രസ്താവനയാണ്. അതായത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇവ 3 ശരിയായ പ്രസ്താവനയാണ്. ഇനി 65ാമത്തെ ചോദ്യം 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 65ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ഉത്തരം, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇനി 66ാമത്തെ ചോദ്യം ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആദിത്യ L1ൽ L1 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 66ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. ഓപ്ഷൻ ബി ആണ് ഉത്തരം.